മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDFന്റെ വനിതാ സംഘടനകൾ രംഗത്തിറങ്ങി. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അടക്കമുള്ള വനിതാ സംഘടനകൾ പ്രചരണത്തിന്റെ ഭാഗമായി. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ സംഘടനകൾ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി UDWF പ്രവർത്തകർ വോട്ട് തേടി. മൂവാറ്റുപുഴ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച് PO ജംഗ്ഷൻ, കച്ചേരിത്താഴം, BOC, വെള്ളൂർക്കുന്നം, മാർക്കറ്റ്, വൺ വേ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണയുറപ്പിച്ചു. മാത്യു കുഴൽനാടൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന രേഖയും വിതരണം ചെയ്തു. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംശയവും വേണ്ട, ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ, കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനോടെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിന് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കോതമംഗലംകാരായ ഞങ്ങൾക്കും അറിയാം. ഒരു സത്യം പറയട്ടെ, കോതമംഗലത്തിന് ഇദ്ദേഹത്തെ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാനും. ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരോട് ആഗ്രഹിച്ചതാണ്. അവസാന നിമിഷം വരെ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് താമസം വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ശ്രീ മാത്യു കുഴൽനാടനായിരിക്കാം എന്ന സ്ഥാനാർത്ഥി. പക്ഷെ നിങ്ങൾ വിടുമോ? വിടില്ല. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടൻ, KM സലീം, ഹാജി PS സലീം, PP എൽദോസ്, സാബു ജോൺ, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, KA അബ്ദുൾ സലാം, രാജലക്ഷ്മി കുർമാത്ത്, സൽമ മൂസ, സുലൈഖ മക്കാർ, ഷൈല അബ്ദുള്ള, സീനത്ത് അസീസ്, ഷാൻഡി എബ്രഹാം, ആശ ജിമ്മി, രജിത P, ബിന്ദു ഗോപി, അലക്സീസ് കറിയ എന്നിവർ പങ്കെടുത്തു. ഈ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന, സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വാഗ്ദാനം എന്ന് പറയുന്നത്, ഒന്ന് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ ബസ് യാത്ര എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സ്ത്രീകൾക്ക് വലിയൊരു കരുത്ത് പകരുന്ന കാര്യമാണ്. ഏതൊരു സാധാരണക്കാരിയായ സ്ത്രീക്കും കേരളത്തിൽ എവിടെയും സൗജന്യമായി ട്രാൻസ്പോർട്ട് ബസ്സിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പെൺകുട്ടികൾക്ക് നമ്മൾ മാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്ന തീരുമാനമുണ്ട്. അതും വലിയ രീതിയിൽ വലിയ ഒരു വിപ്ലവകരമായ തീരുമാനമാണ്. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.